സാറിൻ്റെ ഗാനങ്ങളെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. മലയാളികൾക്ക് ഹൃദയത്തെ സൂക്ഷിക്കാൻ ഒരുപാട് ഗാനങ്ങൾ സാറിന് സമ്മാനിക്കാൻ സാധിച്ചു. മലയാളികൾ നെഞ്ചിലേറ്റിയ നമ്മുടെ രോഹിത് സാറിൻ്റെ നിവേദ്യത്തിലെ കോലക്കുഴ വിളി കേട്ടോ, അതുപോലെ തന്നെ മാടമ്പിലെ പാട്ട്, അതെല്ലാം ഇതിനൊരു ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിൽ മലയാള സിനിമാ ഗാന സംവിധാന ലോകത്തു നിന്ന് സമൃദ്ധിയുടെ കഴിവുകൾ തെളിച്ച് സാർ അനേകം ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം നിന്ന് പല സിനിമകളിൽ പല പാട്ടുകൾ ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ ചെയ്ത പാട്ടുകളിൽ ചില സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, ചിലത് അത്ര ഹിറ്റായിട്ടില്ല. ഒരാൾ തന്നെ സംവിധാനം ചെയ്ത് അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സിനിമ ഗാനങ്ങളിൽ ചിലത് സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, ചിലത് അത്ര ഹിറ്റായിട്ടില്ല. എന്താണ് ഇതിന് കാരണം? സംവിധായകരുടെ ഇടപെടൽ മൂലമാണോ അതോ കഥാപശ്ചാത്തലത്തിലെ വ്യത്യസ്തതയാണോ? എന്താണ് ഇതിനെ വേർതിരിച്ച് നിർത്തുന്നത്? നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ദഹിക്കുമെന്ന് അറിഞ്ഞൂടാ. ഇത് ഈ ഒരു ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ സംഘ ഫലഹേതുർപൂർ മാതേ സംഘോസ്ത കർമ്മണി എന്ന് പറഞ്ഞാൽ നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ, ഫലം തരുന്നത് ദൈവമല്ലോ. അപ്പോൾ നമ്മളൊരു പാട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമം 100% ഇൻപുട്ട് കൊടുക്കാൻ ഒരു സംഗീത സംവിധായകൻ തയ്യാറാകണം. അതിന് ആദ്യമായി അയാൾ സംഗീതം പഠിക്കണം, സംഗീതത്തിൽ ധ്യാനിക്കണം. 24 മണിക്കൂറും സംഗീതത്തെപ്പറ്റി മാത്രം ചിന്തിച്ച് വേറെയുള്ള സ്ട്രേ ആയിട്ടുള്ള കാര്യങ്ങളിൽ അയാൾ ഇൻവോൾവ് ആവാതെ സംഗീതത്തിലുള്ള ധ്യാനമാണ് ഏറ്റവും കൂടുതൽ ഒരു സംഗീത സംവിധായകൻ ആവശ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ സേനചേട്ടനെ പോലുള്ള ഡയറക്ടേഴ്സ് പറയുന്ന നമുക്ക് കിട്ടുന്ന നല്ല സിറ്റുവേഷൻസിൽ നല്ല ഗാനങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഹിറ്റാവുന്നതും ഹിറ്റാവാത്തതും ഒക്കെ ഭഗവാന്റെ ഓരോ തീരുമാനങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, ഹിറ്റ് താനെ വന്നോളൂ. ചേട്ടാ, ആ ചോദ്യത്തിൻ്റെ തുടർച്ച എന്നോണം ചോദിക്കട്ടെ. ഇതിനു മുമ്പും രാജസേനൻ, ജയചന്ദ്രൻ ടീമിൻ്റെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റാണ്. മധുചന്ദ്രലേഖയോ കനകസിംഹാസനം ഒക്കെ എടുത്താലും സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറക്കാൻ പറ്റില്ല രാജീവ് ആലങ്കൽ എന്ന അനുഗ്രഹീത രചയിതാവിൻ്റെ വരികളും വളരെ ഹൃദ്യമായ വരികളിലൂടെ അദ്ദേഹവും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. എന്താണ് ഈ കൂട്ടുകെട്ടിൻ്റെ ഒരു കെമിസ്ട്രി? അത് സേനചേട്ടൻ ഇസ് എ വെരി വെരി ഗുഡ് മ്യൂസീഷ്യൻ. അതാണ് സംഗീതത്തെ അദ്ദേഹം അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ അദ്ദേഹം ചാനൽസിൽ അവതരിപ്പിക്കുന്ന പരിപാടികളിൽ അദ്ദേഹം പാടുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ മെക്കാനിക്കലായിട്ട് പാട്ടുകാരെന്ന പേരോടുകൂടി അനവധി റെമ്യൂണറേഷൻ വാങ്ങിച്ച് ദുബായിലും ഉഗാണ്ടയിലും അതിനപ്പുറം അന്റാർട്ടിക്കയിലും ഒക്കെ നടത്തുന്ന പാട്ടുകാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം പാടുന്ന പാട്ടിന് ഒരുപാട് പാഷനും അതിനകത്തുള്ള ഡെഡിക്കേഷനും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മ്യൂസീഷ്യൻ, ഒരു മ്യൂസീഷ്യൻ ഡയറക്ടർ എന്ന് പറയാം അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ ആ രീതിയിൽ അത്രയും ഒരു എന്നിലോട്ട് അത്ര രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മാത്രമല്ല എന്നിൽ ഇത്രയധികം വിശ്വാസം അത് അർപ്പിക്കുന്നു. ഇപ്പോൾ ജയേന്ദ്രൻ ചെയ്താൽ എൻ്റെ പാട്ട് നന്നാവും. അദ്ദേഹം എന്നെ കുട്ടൻ എന്നാണ്, എന്നെ വീട്ടിൽ കുട്ടൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുട്ടൻ ഈ പാട്ട് ചെയ്യുകയാണെങ്കിൽ നന്നാവും എന്ന് അദ്ദേഹത്തിന് മാത്രമേ അത് വിളിക്കാനുള്ള അവസരം ഞാൻ കൊടുത്തിട്ടുള്ളൂ, എല്ലാവർക്കും തന്നിട്ടില്ല. വേണമെങ്കിൽ കുട്ടൻ ചേട്ടാന്ന് വിളിച്ചു, കുട്ടേട്ടാന്ന് വിളിക്കണം, പഴയ സിനിമ ഓർമ്മ വരും. അത് വേണ്ട. അപ്പോൾ കുട്ടൻ ചെയ്താൽ നന്നാവും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്നിൽ അർപ്പിക്കുന്ന ഈ ഇത്രത്തോളം അത് ഞാൻ വളരെ വാല്യൂ ചെയ്യുന്നു. അതാണ് ഈ പാട്ടുകൾ നന്നാവാൻ. കോമളവല്ലി നല്ല താമരയല്ലേ കട്ടുറുമ്പിന് ഇനി പുള്ളി പാടാൻ കൊടുത്തു. അതെന്നോട് ചെയ്തൊരു ക്രൂരതയാണ്, അവിടെ കൊണ്ട് നിർത്തിയിട്ട് കുസുമവദന മോഹസുന്ദര എൻ മദന ലളിത ഗാനവല്ലഭ ഓ സ്വീറ്റി ഫേസുള്ളൊരു ഹാൻസം കയ്യട. പുള്ളി അത്ര ഹാൻസം ഒന്നല്ല, ഞാൻ ചുമ്മാ പാടുന്നു.